ആദ്യം തന്നെ ഞാൻ എൻ്റെ പേര് പറയാം. എൻ്റെ പേര് ഖദീജ. മലപ്പുറത്താണ് വീട്. ജീവിതത്തിൽ കിട്ടേണ്ട പലതും കിട്ടാതെയായപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് ട്രാക്ക് മാറിപ്പോയി. അതിന് കാരണം പിന്നീട് നടന്ന കാര്യവുമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 3 പെൺമക്കളുള്ള കുടുംബത്തിലെ മൂത്തവളാണ് ഞാൻ. ഡിഗ്രിക്ക് ചേർന്നതും നാട്ടിലെ ഒരു പ്രമുഖ ബ്രോക്കർ നല്ലൊരു കല്യാണാലോചനയുമായി എൻ്റെ വീട്ടിലേക്ക് വന്നു. പൂത്ത പണക്കാരനാണ്, കാറുണ്ട്, തോട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ബ്രോക്കർ എൻ്റെ ഉപ്പയും ഉമ്മയും വീഴ്ത്തി. പക്ഷേ ബ്രോക്കർ പറഞ്ഞതെല്ലാം സത്യം തന്നെയായിരുന്നു. ഉപ്പാക്കും ഉമ്മാക്കും എന്നെ പറഞ്ഞയച്ചിട്ട് വേണം എൻ്റെ താഴെയുള്ളവരെ പറഞ്ഞഴക്കാൻ. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ എന്നെ പിടിച്ച് അങ്ങ് കെട്ടിച്ചു. ചെക്കൻ്റെ പേര് അഷ്റഫ്. കാണാനൊക്കെ അടിപൊളിയാ. കല്യാണം കഴിഞ്ഞ് മൂപ്പരുടെ കാര്യമൊക്കെ സാധിച്ച് 20-ാം ദിവസം മൂപ്പരങ്ങ് ഗൾഫിലേക്ക് ഓടി. ഇട്ടുമുടനുള്ള പൈസ ഉണ്ടെങ്കിലും ഇനിയും ഉണ്ടാക്കണമെന്ന ഒറ്റ ചിന്ത മാത്രമേ മൂപ്പർക്കുണ്ടായിരുന്നുള്ളൂ. പഴയ ഗൾഫുകാരൻ മൂസ ഹാജിക്കുള്ളതെല്ലാം ഈ ഒറ്റമോനുള്ളതാണെങ്കിലും മകൻ അഷ്റഫിന് അതൊന്നും പോരാ എന്നായിരുന്നു. ആ ഓട്ടത്തിനിടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് എനിക്ക് കൂട്ടിന് 2 പേരെ തന്നിട്ടും പോയി. മൂത്തവൻ ആദിൽ 10 വയസ്സ്, രണ്ടാമത്തവൻ ആസിഫ് 7 വയസ്സ്. ഞങ്ങൾ 3 പേരുമല്ലാതെ ആ വീട്ടിലുള്ളത് മൂപ്പരുടെ ഉപ്പ മൂസ ഹാജിയും ഉമ്മ ഹാമിന ഹാജിയുമായിരുന്നു. കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. 2 കുട്ടികളായ എന്നെ മൂപ്പർക്ക് ഒരു വിലയുമില്ലാതായി തുടങ്ങി. വർഷത്തിൽ 1-2 മാസം വരും. വന്നാലോ ഒന്നിനും ഒരു താല്പര്യവും ഇല്ല. എല്ലാത്തിനും ഞാൻ നിർബന്ധിക്കണം. നിർബന്ധിച്ചു വന്നാലോ ആർക്കു വേണ്ടി എന്തൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോകും. എല്ലാം പുറത്തും സഹിച്ചും ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് തള്ളിക്കൊണ്ടുപോയി. മറ്റു പല ബന്ധങ്ങളും അവസരങ്ങളും എന്നെ തേടി വന്നെങ്കിലും കുടുംബവും കുട്ടികളെയും പ്രാർത്ഥനയുമായി ഞാൻ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ മൂപ്പരുടെ ഉമ്മ വന്ന് എന്നോട് പറഞ്ഞു, "ഡി, ഞങ്ങൾ പോവാം, വാതിൽ അടച്ചേക്കെന്ന്." ഞാൻ നോക്കുമ്പോൾ ഉമ്മ പുതിയ പർദ്ദയെല്ലാം ധരിച്ചു നിൽക്കുന്നു. "എങ്ങോട്ടാ അമ്മ നിങ്ങൾ പോണത്?" ഞാൻ ഉമ്മയോട് ചോദിച്ചു. "ഞങ്ങൾ ചോര പരിശോധിക്കാൻ പോവാം, നീ വാതിലടച്ചേക്ക്. പിന്നെ ഞങ്ങൾ വരാൻ കുറച്ച് കഴിയും. ചിലപ്പോൾ ഗ്യാസ് വരാൻ സാധ്യതയുണ്ട്. ഉപ്പ റൂമിൽ ക്യാഷ് വെച്ചിട്ടുണ്ട്, വന്നാൽ അതെടുത്ത് കൊടുത്തേക്ക്." "അതിന് മാത്രം നിങ്ങൾ വൈകോ ഉമ്മ?" "അത് പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണാനുള്ളതല്ലേ, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് വൈകും. പിന്നെ പിള്ളേരെ പറഞ്ഞ് വിട്ട കഥകളെല്ലാം അടച്ചിരുന്നോളാം, മെല്ലെ കള്ളന്മാരും വരും." "ആ ഉമ്മ, ഞാൻ അടച്ചോളാം." "എന്നാ ഞാൻ പോവാ, വാതിലടച്ചേക്ക്." അതും പറഞ്ഞ് ഉമ്മ പുറത്തേക്കിറങ്ങി. ഞാൻ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ഉപ്പ കൂട്ടുകാരൻ്റെ കാറുമായി ഉമ്മയെ കാത്ത് നിൽക്കുന്നു. പോർച്ചിൽ ഒരു കാറ് നിൽക്കുന്നുണ്ടെങ്കിലും ഉപ്പാക്കത് ഓടിക്കാൻ മടിയായതുകൊണ്ട് ഉപ്പ കൂട്ടുകാരനെയും കൂട്ടിയാണ് പോകുന്നത്. അവർ പോയതിനു ശേഷം ഞാൻ കിച്ചണിലേക്ക് പോയി. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് ചോറും കറിയും ഉണ്ടാക്കാൻ ഞാൻ ആരംഭിച്ചു. പെട്ടെന്ന് കോളിംഗ് ബെൽ ആരോ അടിച്ചു. ഗ്യാസ് കൊണ്ടുവന്നതായിരിക്കുമെന്ന് കരുതി ഞാൻ വേഗം ക്യാഷ് എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് ഓടി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു ഓട്ടോക്കാരൻ കയ്യിൽ ഒരു പൊതിയുമായി നിൽക്കുന്നു. "ഉപ്പ എവിടെ മോളെ?" എന്നെ കണ്ട ഓട്ടോക്കാരൻ എന്നോട് ചോദിച്ചു. "ഉപ്പയും ഉമ്മയും ഇവിടെ ഇല്ല, ഹോസ്പിറ്റലിൽ പോയതാ. എന്താ?" "ഞാൻ ഉപ്പ പറഞ്ഞിട്ട് വന്നതാ. എന്നാ ഇത് വാങ്ങിക്കോ, ഇറച്ചിയാ." അയാൾ ആ പൊതി എൻ്റെ നേരെ നീട്ടി. ഞാനത് വാങ്ങാനായി കൈ നീട്ടിയപ്പോൾ അയാളെന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അയാളുടെ നിഷ്കളങ്കമായ ചിരി കണ്ട് ഞാനും ഒന്ന് ചിരിച്ചു. "അഷ്റഫ് വിളിക്കാറുണ്ടോ?" അയാൾ ആ പൊതി എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് ചോദിച്ചു. അടുപ്പത്തിരിക്കുന്ന കറിയും ഓർത്ത് ഞാൻ അയാളോട് പറഞ്ഞു, "ആ, വിളിക്കാറുണ്ട്." "എന്നാ ഇനി അവൻ വിളിക്കുമ്പോൾ പറഞ്ഞേക്ക് ഷംസു ചോദിച്ചിരുന്നു എന്ന്. അവനിപ്പോൾ നമ്മളെയൊക്കെ മറന്നു. ഒരു കാലത്ത് പറന്ന് നടന്നവരാ." അയാൾ പറഞ്ഞു. ഞാനൊന്ന് മൂളി. "എന്തു പറ്റി? ഒരു വെപ്രാളം വല്ലതും അടുപ്പിൽ വെച്ചിട്ടുണ്ടോ?" എൻ്റെ വെപ്രാളം കണ്ട് അയാളിനോട് ചോദിച്ചു. "ആ, ഞാൻ കുട്ടികൾക്കുള്ള ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാ." "ഓ, എന്നാൽ ശരി, പൊക്കോ, കറി അടുക്കി പിടിക്കും." അയാൾ അത് പറഞ്ഞത് കേട്ട് ഞാൻ വേഗം ആ ഇറച്ചിപ്പൊതിയുമായി അകത്തേക്ക് ഓടി. റൂമിൽ ചെന്ന് 2 പേരെയും ഉറക്കത്തിൽ നിന്ന് തട്ടി വിളിച്ച് ഞാൻ കിച്ചണിലേക്ക് ഓടി. ഞാൻ ചെന്നപ്പോഴേക്കും കറി ലേശം അടുക്കി പിടിച്ചിരുന്നു.
ഞാൻ അടുപ്പിൽ നിന്നും കറിച്ചിട്ടി ഇറക്കി വെച്ചതും വീണ്ടും ആരോ കോളിംഗ് ബെല്ലടിച്ചു. എനിക്കത് കേട്ടപ്പോൾ ദേഷ്യമാണ് വന്നത്. ഇവിടെ മനുഷ്യന് നൂറുകൂട്ടം പണിയുണ്ട്. അപ്പോഴാണ് ഇവർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ഞാൻ മനസ്സിൽ പ്രായിക്കൊണ്ട് അങ്ങോട്ട് പോയി നോക്കി. സിറ്റ് ഔട്ടിൽ ചെന്നപ്പോൾ ദാ നിൽക്കുന്നു നേരത്തെ വന്ന ഷംസൂക്ക. എന്താ ഇക്ക? ഷംസൂക്ക എന്തിനാ വീണ്ടും വന്നതെന്നറിയാതെ ഞാൻ ചോദിച്ചു. മോളെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഗ്യാസ് വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ മോള് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മോൾക്കൊരു ധൈര്യത്തിന് ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഏയ്, അത് കുഴപ്പമില്ല. അവരത് ഇറക്കി പൊക്കോളും. ഉപ്പയ്ക്ക് പരിചയമുള്ള ആളാ. ആര്? അബ്ബാസോ? അവനിപ്പോൾ പുതിയതായി കയറിയതാണല്ലോ ഈ വണ്ടിയിൽ. നിങ്ങൾക്കറിയോ അവനെ? അത് അറിയില്ല. മുൻപ് 2 ചെക്കന്മാരാ വന്നത്. അവർ തന്നെ അകത്തുകൊണ്ടെന്ന് വെക്കാറുമുണ്ട്. ഉപ്പാക്ക് അവരെ നല്ലപോലെ അറിയാം. ഓ, അവരോ? അവരിപ്പോൾ ഇല്ല മോളെ. അവർക്ക് പകരമാ നമ്മുടെ അബ്ബാസ് കയറിയിരിക്കുന്നത്. അബ്ബാസിന് വണ്ടി ഓടിക്കാനും ഗ്യാസ് ഇറക്കാനും അറിയാം. പായൻ്റെ കരുത്ത് വല്ലാത്തൊരു കരുത്ത് തന്നെയാ. എവിടെയുള്ള ആളയാൾ? ഞാൻ ചോദിച്ചു. അതിവിടെ ടൗണിൽ വാടകയ്ക്ക് താമസിക്കുന്നതാ. മുൻപ് ഓട്ടോ ഡ്രൈവറായിരുന്നു. അന്നുള്ള പരിചയം എനിക്കവനെ. ആൾ കുറച്ച് മോശമാ. അതാ മോൾക്ക് കൂട്ടിന് ഞാൻ വന്നത്. ഉമ്മച്ചി, എൻ്റെ പാൻ്റ് എവിടെ? ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മൂത്തവൻ വന്ന് എന്നോട് ചോദിച്ചു. ഡാ, പുറത്ത് വിരിച്ചിട്ടിട്ടുണ്ട്, പോയി എടുത്തിട്ട് വാ. ഞാൻ അവനോട് പറഞ്ഞു. അവനത് കേട്ട് അങ്ങോട്ടേക്ക് പോയി. അത് സാരമില്ല, ഇക്ക പൊക്കോളൂ. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു. വേണ്ട മോളെ, അവൻ വന്ന് പൊക്കോട്ടെ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എനിക്കവനെ അത്രയ്ക്ക് വിശ്വാസമില്ല. എന്നാ ഇക്ക ഇങ്ങോട്ട് കയറി ഇരിക്ക്. ഞാൻ പോയി കുട്ടികൾ സ്കൂളിൽ പോകാനുള്ളതൊക്കെ എടുത്തു കൊടുക്കട്ടെ. ഞാൻ അതും പറഞ്ഞു കുട്ടികൾക്കുള്ള ഫുഡെല്ലാം എടുത്തു കൊടുത്തു. അയാൾക്ക് ഒരു ഗ്ലാസ് ചായയുമായി വീണ്ടും സിറ്റ് ഔട്ടിലേക്ക് പോയി. ഞാൻ ചെന്നപ്പോൾ ഫോണിൽ എന്തോ കാണുമായിരുന്ന അയാൾ എന്നെ കണ്ട ഉടൻ അയാൾ ഫോൺ ലോക്ക് ചെയ്ത് പോക്കറ്റിലേക്ക് വെച്ചു. ചായ കൊടുത്ത് ഞാൻ കുട്ടികളെ ഒരുക്കാനായി വീണ്ടും അകത്തേക്ക് പോയി. ഞാൻ അകത്തേക്ക് പോകുമ്പോൾ വെറുതെ ഒന്ന് അയാൾ തിരിഞ്ഞു നോക്കി. അയാളപ്പോൾ ഞാൻ പോകുന്നത് നോക്കിയിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്കെന്തോ പോലെയായി. ഇങ്ങനെയുള്ള ഒരുത്തനെയാണോ ഞാൻ ചായയും കൊടുത്ത് വീട്ടിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നത്? എനിക്കത് ഓർത്ത് ആകെ വിഷമം തോന്നി. കുട്ടികൾ പോയാൽ ഞാൻ ഒറ്റയ്ക്കാവുമല്ലോ. ഇയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം എന്നായി എൻ്റെ ചിന്ത. പെട്ടെന്ന് വീടിൻ്റെ മുന്നിൽ നിന്നും ഗ്യാസ് വണ്ടിയുടെ കുലുക്കം ഞാൻ കേട്ടു. ഗ്യാസ് വന്നെന്ന് മനസ്സിലാക്കി ഞാൻ ക്യാഷ് എടുത്തുകൊണ്ട് വീണ്ടും പുറത്തേക്കോടി. കാക്ക എന്നെ വിളിയുമായി ഗേറ്റും തുറന്ന് ഒരുരുക്കു ശരീരവുമായി ഒരാൾ മുറ്റത്തേക്ക് കടന്നു വന്നു. നീ എന്താ ഇവിടെ? അയാളെ കണ്ട് ഗ്യാസ് കൊണ്ടുവന്ന അബ്ബാസിക്ക അയാളോട് ചോദിച്ചു. ഞാൻ കാക്കയെ ഒന്ന് കാണാൻ വന്നതാ. എന്നിട്ട് കാക്ക എവിടെ? കാക്ക ഇവിടെ ഇല്ല. ഞാൻ വിളിച്ചപ്പോൾ ഇപ്പോൾ വരാമെന്നും പറഞ്ഞു. അയാൾ അത് പറഞ്ഞത് കേട്ട് അബ്ബാസിക്ക എന്തോ സംശയമുഖത്തോടെ ഒന്ന് ചൂളി നോക്കി. മോളെ, കാലിക്കുറ്റി എവിടെ? സിറ്റ് ഔട്ടിൽ വാതിലിന് പിറകിലായി നിന്ന് എന്നോട് അബ്ബാസിക്ക ചോദിച്ചു. പുറകില, ഞാൻ പറഞ്ഞു. അത് കേട്ട അബ്ബാസിക്ക വീടിൻ്റെ പുറകിലേക്ക് പോയി. ഞാൻ വീടിൻ്റെ അകത്തൂടെ പുറകിലേക്ക് നടന്നു. ആ സമയം അയാൾ ന്യൂസ് പേപ്പറും നോക്കി ചായയും കുടിച്ചിരുന്നു. എവിടെ മോളെ കുറ്റി? പിറകിലെത്തിയ അബ്ബാസിക്ക എന്നോട് ചോദിച്ചു. ഇവിടെ വടക്കേരിയിലാണിക്ക. ഇക്ക ഒന്ന് എടുക്കുമോ? എനിക്ക് അത് പൊങ്ങില്ല, ഞാൻ പറഞ്ഞു. മോളെ, ഞാൻ അകത്തേക്ക് കയറണോ? ഉപ്പ ഇവിടെ ഇല്ലാത്തതല്ലേ? ഉപ്പ മാത്രമല്ല, ഉമ്മയുമില്ല. ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞു. ഉമ്മയും ഇവിടെ ഇല്ലേ? പിന്നെ എന്തിനാ ആ ലവലാതി അകത്ത് കയറ്റിയിരുത്തിയിരിക്കുന്നത്? അതിക്ക ഞാനായിട്ട് കയറ്റിയതല്ല, അയാൾ കയറിയിരുന്നതാ. ആ, അവൻ കയറിയിരിക്കും. അവനാൾ തരികിടയാ. അല്ല, അവൻ എന്തും പറഞ്ഞാ ഇവിടെ വന്നത്? അത് ഇറച്ചി കൊണ്ട് തരാൻ വന്നതാ, ഉപ്പ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞു. എന്നിട്ട് ഇറച്ചി തന്നില്ലേ? പിന്നെ ആരെ നോക്കിയാ അവനിവിടെ ഇരിക്കുന്നത്? അത് പിന്നെ... എന്താ മോളെ, എന്താ നീ വിളിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. അയാൾ ചുമ്മാ കയറിയിരുന്നതാ. ഉമ്മച്ചി, ഞങ്ങൾ പോട്ടെ? കുട്ടികൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങി വന്ന് എന്നോട് ചോദിച്ചു. ആ, പൊക്കോ. പിന്നെ അവൻ്റെ കൈ പിടിച്ചോളണം. ബസ്സിൽ അവൻ കയറിയിട്ട് നീ കയറിയാൽ മതി, ഞാൻ കുട്ടികളോട് പറഞ്ഞു.
മക്കള് എത്രയിലാ പഠിക്കുന്നത്? മൂത്തവനോട് അബ്ബാസിക്ക ചോദിച്ചു. അവ രണ്ടുപേരും അബ്ബാസിക്കയോട് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നന്നായി പഠിക്കണം കേട്ടോ, അബ്ബാസിക്ക മൂത്തവൻ്റെ തലയിൽ തലോടി പറഞ്ഞു. എവിടെ പഠിക്കാൻ, കളിക്കാനാ രണ്ടുപേരും ഈ ഒരുങ്ങിപ്പോകുന്നത്. അതും പറഞ്ഞ് ഞാൻ കുട്ടികളെ യാത്ര അയച്ചു. അല്ല മോളെ, എന്താ പ്രശ്നം? അവൻ എന്തും പറഞ്ഞാൽ എവിടെ കയറി ഇരിക്കുന്നത്? ഉപ്പ അവനോട് ഇവിടെ കാത്തിരിക്കാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഏയ്, ഉപ്പ അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ അവൻ അകത്തേറിയിരിക്കുന്നത്? പറ. അതിക്ക അയാൾ വന്ന് പറഞ്ഞു ഗ്യാസിലോട് വരുന്നുണ്ടെന്ന്, ഏതോ ഒരു വൃത്തികെട്ടവനെ കൊണ്ടുവരുന്നതെന്ന്. അയാൾക്ക് അറിയാമെന്നും മോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, മോൾക്കൊരു ധൈര്യത്തിന് ഞാനിവിടെ നിൽക്കാമെന്നും പറഞ്ഞ് നിൽക്കുക. കള്ളപ്പന്നി, അവൻ അങ്ങനെ പറഞ്ഞു. ഞാനല്ല വൃത്തികെട്ടവൻ, അവനാണ്. അവനും ഫ്രണ്ട്സും ചെയ്തു കൂട്ടുന്നതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. മോൾ എന്തിനാ അവന് ചായ കൊടുക്കാൻ പോയത്? അത് പിന്നെ അഷ്റഫിക്കയുടെ കൂട്ടുകാരനാണെന്നും പറഞ്ഞു. പിന്നെ ഒരാൾ വീട്ടിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? അതൊക്കെ കൊടുക്കണം, പക്ഷെ ഇവന് കൊടുക്കരുത്. നാട്ടിലെ ഒരു പെണ്ണുങ്ങളെയും വെറുതെ വിടാത്ത കാട്ടാളന്മാരാണിവർ. എവിടെയോ കുറ്റി, ഇങ്ങോട്ട് കാട്ടിക്കേ, ഞാനിപ്പോൾ അവനെ ഓടിച്ചോളാം. ഇക്ക വടക്കേറിലോട്ട് കയറി കുറ്റിയും എടുത്തുകൊണ്ട് നേരെ അയാളുടെ അടുത്തേക്ക് ചെന്നു. ഞാനും അകത്തൂടെ സിറ്റ് ഔട്ടിലേക്ക് ഓടിച്ചെന്നു. ചായ കുടിച്ച് കഴിഞ്ഞോ? അബ്ബാസിക്ക അയാളോട് ചോദിച്ചു. ആ, കഴിഞ്ഞു. എന്താ കുറ്റി പൊങ്ങുന്നില്ലേ? കുറേ നേരമായല്ലോ അങ്ങോട്ട് പോയിട്ട്, അയാൾ അബ്ബാസിക്കയോട് ചോദിച്ചു. അതൊക്കെ ഞാൻ പൊക്കിക്കോളാം. അല്ല, അതവിടെ നിൽക്കട്ടെ, നീ ഇവിടെ ആരെ കാത്തിരിക്കുക? ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ വീട്ടിൽ പൊക്കോ. അത് പോകണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇക്ക വന്ന് ജോലി ചെയ്യാൻ നോക്ക്. നിന്റെ ഉദ്ദേശം എനിക്കറിയാം, അതിവിടെ ഇറക്കാൻ നോക്കണ്ട, മര്യാദക്ക് പൊക്കോ, അബ്ബാസിക്ക പറഞ്ഞു. ഇക്കയെ എനിക്കും അറിയാം, ഇതെൻ്റെ കൂട്ടുകാരൻ്റെ വീടാ. ഞാൻ എപ്പോൾ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇക്ക വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. മോളെ, നീ ഉപ്പാക്ക് വിളിച്ച് എവിടെ എത്തിയെന്ന് ചോദിക്കൂ. ഉപ്പ വന്നിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ, അബ്ബാസിക്ക പറഞ്ഞു. അബ്ബാസിക്ക പറഞ്ഞത് കേട്ട് ഞാൻ ഫോണെടുത്ത് ഉപ്പാക്ക് വിളിച്ചു. എത്ര വിളിച്ചിട്ടും ഉപ്പ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇക്ക, ഉപ്പ ഫോൺ എടുക്കുന്നില്ല, ഞാൻ പറഞ്ഞു. നീ ആ നമ്പർ ഇങ്ങതാ, ഞാൻ വിളിച്ചു നോക്കട്ടെ. ഞാൻ നമ്പർ അബ്ബാസിക്ക് പറഞ്ഞു കൊടുത്തു. ഉപ്പ എടുക്കുമെന്ന് തോന്നുന്നില്ല, ചിലപ്പോൾ ഡോക്ടറുടെ അടുത്തായിരിക്കും. ഗ്യാസ് ഇറക്കാൻ വന്നതാണെങ്കിൽ അത് ഇറക്കിയിട്ട് പോകണം, അല്ലാതെ വീട്ടിലെ കാരണവരാകാൻ നോക്കണ്ട, ഷംസൂക്ക അയാളോട് പറഞ്ഞു. അത് കേട്ട് അബ്ബാസിക്കയ്ക്ക് ദേഷ്യം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയാൻ തുടങ്ങി. ഞാനാവട്ടെ ഇവരിൽ ആരാണ് യഥാർത്ഥത്തിൽ നല്ലയാളെന്ന സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി നിന്നു. പെട്ടെന്ന് അബ്ബാസിക്ക ഫോണെടുത്ത് ഫോണിൽ ആരോ വിളിക്കാൻ തുടങ്ങി. നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം, നീ അതിങ്ങോട്ട് അഴക്ക്, അബ്ബാസിക്ക ദേഷ്യത്തോടെ ഫോണിൽ ആരോടോ പറയുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഷംസു മുറ്റത്തേക്കിറങ്ങി മുറ്റത്തുണ്ടായിരുന്ന മാവിൽ നിന്നും ഒരു പച്ചമാങ്ങ പറിച്ച് തിന്നുകൊണ്ടിരുന്നു. മാങ്ങ കടിക്കുന്നതിനിടയ്ക്ക് എന്നെ നോക്കുന്നുമുണ്ടായിരുന്നു. എന്നാ നീ അവനോട് പറ, എനിക്കത് അയച്ചു തരാൻ, അബ്ബാസിക്ക ഫോണിൽ അയാളോട് കത്തുന്നുണ്ടായിരുന്നു. എന്താണെന്നും ഏതാണെന്നും എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. ഇവരുടെ വഴക്കിനിടയിൽ നിന്നും എനിക്ക് അകത്തേക്ക് പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അബ്ബാസിക്ക കോൾ കട്ട് ചെയ്ത് ഫോൺ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അബ്ബാസിക്കയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ടു. മെസ്സേജ് വന്ന ഉടനെ അബ്ബാസിക്ക വാട്സപ്പ് തുറന്ന് എന്തോ ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഡൗൺലോഡ് ആയതും അബ്ബാസിക്ക ആ ഫോണുമായി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്താണെന്നറിയാതെ ഞാൻ ആ ഫോണിലേക്ക് നോക്കി. അപ്പോഴും ഷംസ് അവിടെ മാങ്ങയും തിന്നുകൊണ്ട് നിൽക്കുമായിരുന്നു. ദാ നോക്ക്, ഇവൻ്റെ തെണ്ടിത്തരം നോക്ക്. അബ്ബാസിക്ക എനിക്കൊരു വീഡിയോ ഓണാക്കി എൻ്റെ കയ്യിലിട്ട് ഇക്കടെ ഫോൺ വെച്ച് തന്നു. ഞാൻ നോക്കുമ്പോൾ ആ വീഡിയോയിൽ ഷംസുവും വേറെ 2 പേരും ഒരു റൂമിൽ 2 സ്ത്രീകളുമായി ഡാൻസ് കളിക്കുന്നു. ആ സ്ത്രീകളെ കണ്ടാലേ അറിയാം എന്താണ് അവരുടെ പണിയെന്ന്. പിന്നെ ആ റൂമും അത് കണ്ടാലേ അറിയാം ഏതോ വലിയ 5 സ്റ്റാർ ഹോട്ടലാണെന്ന്. കാര്യപരിപാടിയെല്ലാം കഴിഞ്ഞ് ആഘോഷിക്കുന്ന പോലെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നി. ഞാൻ അത് കണ്ട് പുച്ഛത്തോടെ ഷംസുവിനെ ഒന്ന് നോക്കി ഫോൺ അബ്ബാസിക്ക് കൊടുക്കാൻ വേണ്ടി നീട്ടിയപ്പോൾ എൻ്റെ കണ്ണൊന്നുകൂടി ആ വീഡിയോയിലേക്ക് പോയി. ആ മൂന്നാമതൊരുത്തൻ ആ വീഡിയോ എടുക്കുന്നതിനിടയിൽ ക്യാമറ ബെഡിലേക്കൊന്ന് പോയി. ബെഡിൽ ആരുടെ കാല് കാണുന്ന പോലെ എനിക്ക് തോന്നി.
ഞാൻ ഫോൺ കൊടുക്കാതെ വീണ്ടും ആ വീഡിയോയിലേക്ക് ശ്രദ്ധിച്ചു. തെണ്ടികൾ 3 പേരല്ല, ഇനിയും ആളുണ്ട്. ഞാൻ അബ്ബാസിക്കയോട് പറഞ്ഞ് ആ 3ാമത്തെ ആളെ കാണാൻ വേണ്ടി വീഡിയോ ഓഫാക്കാതെ നോക്കി നിന്നു. അതാരെങ്കിലും ആട്ടെ മോളെ ആ ഫോണിങ് തന്നെ. അബ്ബാസിക്ക എൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങാൻ ശ്രമിച്ചു. ഇല്ല, ഞാൻ അവനെന്ന് നോക്കട്ടെ, നമുക്കറിയാവുന്നവൻ ആരെങ്കിലും ആണോ എന്ന് അറിയണ്ടേ, ഞാൻ പറഞ്ഞു. അത് ആരെങ്കിലും ആയിരിക്കും മോൾക്ക് ഇവൻ്റെ സ്വഭാവം മനസ്സിലായില്ലേ, അത് മതി. ഇനി ഫോൺ ഇങ്ങോട്ട് താ. ഒരു മിനിറ്റ്, ഞാൻ ആ തിരുമോന്ത ഒന്ന് കാണട്ടെ. അതിലവൻ്റെ മുഖമൊന്നും കാണുന്നില്ല. ഇവനെ പോലെ ഏതോ ഒരുത്തനാവൻ. 30 സെക്കൻഡുള്ള വീഡിയോ ഞാൻ മുഴുവൻ കണ്ടു. പക്ഷേ ആ ബെഡിലുള്ള ആളുടെ ഫേസ് എനിക്ക് കാണാൻ പറ്റില്ല. ആരെങ്കിലും ആകട്ടെ എന്ന് കരുതി ഞാൻ ആ ഫോൺ തിരിച്ചു കൊടുത്തു. കണ്ടില്ലേ നീ ഇവൻ്റെ കോണം? ഇങ്ങനെ പല വേണ്ടാത്ത പരിപാടിയും ഒപ്പിച്ച് നടക്കുന്നവനാ. ഇവൻ്റെ ഒരു ചേട്ടനുണ്ട്, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. അബ്ബാസിക്ക അതും പറഞ്ഞ് ഫോണെടുത്ത് നെക്കാൻ തുടങ്ങി. ഷംസു അത് കണ്ട് കഴിച്ചുകൊണ്ടിരുന്ന മാങ്ങ അവിടെ എറിഞ്ഞ് വേഗം ഓട്ടോ എടുത്തു പോയി. അത് കണ്ട് അബ്ബാസിക്ക ആ കോൾ ചെയ്തില്ല. മോളെ, ഇവനെയൊന്നും ഇനി ഇങ്ങോട്ട് അടുപ്പിക്കരുത്. അതിന് ഞാനല്ലേ ഇക്ക, ഉപ്പ പറഞ്ഞിട്ടാ അയാൾ വന്നത്. ഞാനിതൊന്ന് വെച്ചിട്ട് ഫുൾ കുറ്റി എടുത്തിട്ട് വരാം. മോൾ ആ ബുക്കും പൈസയും ഇങ്ങോട്ട് എടുത്തോ. അതും പറഞ്ഞ് ഇക്ക കാലിക്കുറ്റിയുമായി റോഡിലേക്ക് നടന്നു. നല്ല പൗരുഷമുള്ള ഇക്ക, നല്ല തടിയും നല്ല മര്യാദയും എന്നെ ഇക്കയിലേക്ക് കൂടുതൽ ആകർഷിപ്പിച്ചു. ഇനി ഇക്കയെപ്പറ്റി ആ ഷംസ് പറഞ്ഞതെല്ലാം ശരിയായിരിക്കുമോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അയാൾ ചുമ്മാ ഇവിടെ കയറിക്കൂടാൻ പറഞ്ഞതായിരിക്കും. മോളെ, ഇതകത്തേക്കാണോ വെക്കേണ്ടത്? ഫുൾ കുറ്റി തോളിൽ വെച്ചുകൊണ്ട് അബ്ബാസിക്ക വന്നു. ഇക്ക, അകത്തേക്ക് വെച്ചേക്ക്. ഞങ്ങളെ കൊണ്ട് ആർക്കും അത് പൊക്കി അകത്തേക്ക് വെക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് കേട്ട് ഇക്ക അത് പൊക്കിക്കൊണ്ട് വീടിൻ്റെ പുറകിലേക്ക് നടന്നു. ഞാനും വീടിനടുത്തൂടെ അങ്ങോട്ടേക്ക് നടന്നു. നേരത്തെ എടുത്തവിടെ വെച്ചാൽ മതിയോ മോളെ? ഇക്ക കുറ്റിയും തോളിൽ വെച്ച് എന്നോട് ചോദിച്ചു. അകത്തേക്കുള്ള കതവ് തുറന്നു കൊടുത്ത് ഞാൻ പറഞ്ഞു, ഇക്ക അവിടെ വെച്ചാൽ മതി, മറ്റേത് തീരുമ്പോൾ ഞങ്ങളെടുത്ത് മാറ്റിക്കോളാം. ഞാനത് പറഞ്ഞതും ഇക്ക വടക്കേറിലേക്ക് നടന്ന് തോളിൽ നിന്നും ആ കുറ്റി ഇറക്കി വെച്ചു. മോളെ, കുടിക്കാൻ കുറച്ച് വെള്ളം കാട്ടിക്ക്, ഭയങ്കര ദാഹം. ചായ തരട്ടെ ഇക്ക? ഞാൻ ചോദിച്ചു. ഏയ്, ചായയൊന്നും വേണ്ട, ഞാൻ കുടിച്ചിട്ടാ വന്നത്. കുറച്ച് വെള്ളം മതി, ഭയങ്കര ക്ഷീണം, വയസ്സായില്ലേ അതാ. ആർക്ക്? ഇക്കാക്കോ? കണ്ടാൽ പറയില്ലല്ലോ വയസ്സായെന്ന്. ഞാൻ പറഞ്ഞു. അത് പറയില്ല മോളെ, കാരണം അധ്വാനത്തിൻ്റെ തെളിവാ ഈ കാണുന്ന ശരീരമെല്ലാം. ഞാൻ പോയി ഇക്കാക്കൊരു ഗ്ലാസ് വെള്ളവുമായി വന്നു. എൻ്റെ കയ്യിൽ നിന്നും ആ വെള്ളം മേടിച്ച് ഇക്ക ആ കുറ്റിയിൽ തന്നെ ഇരുന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം കയറാൻ തുടങ്ങിയിരുന്നു. വീട്ടിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക്, ചുറ്റും വലിയ ആഡംബര മതിലുകൾ, ഒന്ന് വിളിച്ചാൽ പോലും ഒരാൾ കേൾക്കില്ല. എന്നാലും എൻ്റെ മനസ്സ് ഇക്കയോട് സംസാരിക്കാനായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഒന്ന് സംസാരിച്ചെന്ന് വെച്ച് ഇപ്പം എന്ത് വരാനാ, വേറൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നായിരുന്നു എൻ്റെ വിശാല മനസ്സിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത്. മോൾക്കെന്താ ഒരു പേടി? വെള്ളം കുടിക്കുന്നതിനിടയിൽ അബ്ബാസിക്ക പെട്ടെന്ന് എന്നോട് ചോദിച്ചു. ഏയ്, പേടിയൊന്നുമില്ല, ഞാൻ ചുമ്മാ ആ ഷംസ് പറഞ്ഞത് ഓർത്തു പോയതാ. എന്ത്? അവൻ എന്നെപ്പറ്റി പറഞ്ഞതോ? ഏയ്, അതല്ല. മോള് പേടിക്കണ്ട, ഞാൻ പോകാം. പിന്നെ ഇനി ഇങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ കതക് തുറന്ന് അങ്ങോട്ട് ചെന്ന് കൊടുക്കണ്ട. വല്ലതും ചെയ്തിട്ട് അവരങ്ങ് പോകും. ഒന്നാമത് വീട്ടിലാരും ഇല്ലാത്തതാണ്. പിന്നെ അങ്ങനെ ചെയ്തിട്ട് പോകാൻ ഞാനങ്ങ് നിന്ന് കൊടുക്കുകയല്ലേ. എനിക്കുമുണ്ട് 2 കൈയും കാലും, ഞാൻ പറഞ്ഞു. അതുമാത്രമല്ലല്ലോ, അവർക്ക് വേണ്ടതും നിൻ്റെ അടുത്തില്ലേ, അതാണ് പ്രശ്നം. അബ്ബാസിക്ക എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അബ്ബാസിക്കയുടെ ചിരിയും ആ സംസാരവും എന്നെ വീണ്ടും ഭയപ്പെടുത്താൻ തുടങ്ങി. ഇയാളൊന്ന് പോയെങ്കിലെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും പോയാൽ ഞാൻ ഒറ്റയ്ക്കാകും. ഇവിടെ നിന്ന് എനിക്കെന്തെങ്കിലും സംസാരിച്ചിരിക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അല്ല ഇക്ക, ഇക്കയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ വിഷയം മാറ്റി ചോദിച്ചു. വീട്ടിലിപ്പോൾ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ആ വീടങ്ങ് വിറ്റു. ഇപ്പോൾ ഞാൻ വാടകയ്ക്ക് താമസിക്കുക. അതെന്തു പറ്റി? വീട്ടുകാരെല്ലാവരും എവിടെ പോയി?
പെണ്ണുമ്പുള്ള ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പിന്നെ ഒരു മകനാ, അവൻ മലേഷ്യയിലേക്ക് പോയതാ. പിന്നെ നാട്ടിലേക്ക് കാല് കുത്തിയിട്ടില്ല. ഏ, ഒളിച്ചോടി പോയോ? അതെപ്പോ? ആ, അതൊക്കെ പോയി. ഒരു വീട്ടിൽ നിൽക്കാൻ പോയതാ. അവിടെയുള്ള ഒരുത്തനും അവളും കാര്യം നടത്തി. അത് കണ്ട അവൻ്റെ ഭാര്യ പ്രശ്നമുണ്ടാക്കി വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിക്കും മുമ്പ് അവൻ എൻ്റെ ഭാര്യയും കൊണ്ട് നാട് വിട്ടു. ആർക്ക് പോയി? അവൾക്ക് പോയി. അല്ലാതെ എന്താ? അതെന്താ ഇക്ക? അല്ല, അവൾക്ക് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ വയർ നിറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് തികയാനിട്ടല്ലേ അവൾ അവനുമായി. ഇപ്പോൾ എന്തായി? എനിക്ക് സുഖമായി. അതെന്തു പറ്റി ഇക്ക? അത് ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം. എങ്ങനെ അകത്ത് കയറിയിരിക്കുന്നത് ശരിയല്ല. പെട്ടെന്ന് ഉപ്പയും ഉമ്മയും വന്നാലോ? അതും പറഞ്ഞ് അബ്ബാസൊക്കെ പുറത്തേക്കിറങ്ങി. അവിടെ ഒരു മതിലിരുന്ന് എന്നോട് പറഞ്ഞു, അവന് പോയി, അല്ലാതെ എനിക്കെന്താ? എനിക്കവൻ്റെ സുന്ദരിയായ ഭാര്യയെ കിട്ടിയില്ലേ. ഏ, ആരുടെ ഭാര്യയുടെ കാര്യ ഇക്കേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, അത് ഞാൻ എൻ്റെ ഭാര്യ പോയ വിഷമത്തിൽ ഇടയ്ക്ക് അവിടെ പോയി അന്വേഷിക്കും. ആ പെണ്ണാണെങ്കിൽ ഭർത്താവ് ഇങ്ങനെ പോയതുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി ഫുൾ കരച്ചിലും ബഹളവുമാ. ഞാൻ ഇടയ്ക്ക് ചെന്ന് ഞങ്ങൾ പരിചയത്തിലായി. ഒരു ദിവസം അവളുടെ വീട്ടിൽ ആരുമില്ലായിരുന്നു. ആകെയുള്ളത് ഒരു ഉപ്പയും ഉമ്മയും അനിയനുമാണ്. അവരാ അനിയനുമായി ഹോസ്പിറ്റലെങ്ങാനും പോയതായിരുന്നു. എന്നെ അവൾക്ക് നല്ല കാര്യമാണ്. ഞാൻ ചെല്ലുന്നതും സമാധാനിപ്പിക്കുന്നതും അവൾക്കൊരു ആശ്വാസമായിരുന്നു. എന്നിട്ട് ആ ദിവസം ഞാൻ അവളോട് ചോദിച്ചു, നീ ഇത് എങ്ങനെയാ കണ്ടതെന്ന്. എന്ത്? അന്നത്തെ പരിപാടിയില്ലേ, അല്ലാതെ എന്ത്? ഓ, അവരത് നേരിട്ട് കണ്ടിട്ടാണോ വഴക്കിട്ട് പോയത്? ആ മോളെ, ഈ പെണ്ണെന്ന് ആരുടെ കല്യാണത്തിന് മറ്റോ എന്തിനോ പോയതായിരുന്നു. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീടുള്ളിൽ നിന്നും പൂട്ടിയിരിക്കുന്നു. ആ ചെറുക്കൻ്റെ കാറും ചെരുപ്പും മുറ്റത്തുണ്ട്. ഈ പെണ്ണിന് ഡൗട്ടടിച്ച് ഈ പെണ്ണ് നേരെ പുറകിലുള്ള ജനവാതിൽ പോയി നോക്കി. അപ്പോൾ അത് തുറന്നു കിടക്കായിരുന്നോ? ആണെന്ന് തോന്നുന്നു. ഞാനതൊന്നും ചോദിച്ചില്ല. അതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാ? നമുക്കറിയേണ്ടത് മറ്റതല്ലേ. എന്നിട്ടെന്താ? അവൾ അതിലൂടെ നോക്കി. എല്ലാം കണ്ണും മനസ്സും നിറയെ കണ്ടു. അതെല്ലാം അവൾ എനിക്ക് വള്ളിപൊള്ളി വിടാതെ പറഞ്ഞും തന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു? ഞാൻ ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല. അവൾ കണ്ടതെല്ലാം നല്ല പച്ചയ്ക്ക് തന്നെ എന്നോട് പറഞ്ഞു. അത് കേട്ട പിന്നെ ആർക്കാ വലുതും തോന്നാത്തത്? എനിക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്കും തോന്നി. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല. അവർക്കുള്ള ഒരു പ്രതികാരമായി ഞങ്ങളങ്ങോട്ട് പൊളിച്ചടക്കി. അത് കൊള്ളാലോ. ഇപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലേ? അല്ല, അവരിപ്പോൾ എവിടെയുണ്ട്? ഞാൻ ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല. ബാംഗ്ലൂരിലുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്നിട്ട് ഇത്തേ അന്വേഷിച്ചു പോയില്ലേ? എന്തിന്? എനിക്ക് അവളെക്കാളും നല്ലതൊന്നിനെ കിട്ടിയല്ലോ. ഇതാവുമ്പോൾ തൊള്ളയും സഹിക്കണ്ട, ചിലവിനും കൊടുക്കണ്ട. ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ആ പാവത്തിന് എപ്പോഴെങ്കിലും ഒന്ന് കൂടണമെന്ന് തോന്നുമ്പോൾ എന്നെ വിളിക്കും. ഞാൻ പോയി കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുക്കും. കൊള്ളാലോ. ആ പെണ്ണിൻ്റെ ഒരു ഭാഗ്യം അല്ലേ ഇക്ക? എന്ത്? അല്ല, ഇക്കയുടെ ഒരു ഭാഗ്യം. മോൾ അതല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അത് ഞാൻ അറിയാതെ പറഞ്ഞതാ. പെട്ടെന്ന് കാറിൻ്റെ ഡോറടയ്ക്കുന്ന സൗണ്ട് കേട്ടു. ഇക്ക അവർ വന്നെന്ന് തോന്നുന്നു. ഞാൻ അതും പറഞ്ഞ് നേരെ സിറ്റ് ഔട്ടിലേക്ക് പോയി. ആ സമയം ഇക്കയും പുറത്തൂടെ അങ്ങോട്ട് വന്നു. ഞാൻ സിറ്റ് ഔട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഉമ്മയും ഉപ്പയും കൂടെ ഉപ്പയുടെ കൂട്ടുകാരനും വീട്ടിലേക്ക് വരുന്നു. ഞാൻ കയ്യിലുള്ള ഗ്യാസ് ബുക്കും പൈസയും അബ്ബാസിക്കൊക്കെ കൊടുത്തു. അബ്ബാസേ, നിനക്കിപ്പോൾ ഇതാണോ പണി? നിൻ്റെ ഓട്ടോ എവിടെ? അബ്ബാസിക്കയെ കണ്ട് ഉപ്പ ചോദിച്ചു. ഞാൻ തൽക്കാലം കയറിയതാ. മുമ്പുള്ള ചെറുക്കന്മാർ നേപ്പാളിലോട്ട് പോയി. ആളില്ലെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ചുമ്മാ ഒന്ന് കയറി നോക്കിയതാ. എന്നാൽ പിന്നെ ഇതിൽ തന്നെ അങ്ങോട്ട് തുടരാമല്ലോ. നല്ല പണിയല്ലേ, എന്നും ജോലിയും ഉണ്ടാകും. പിന്നെ അത്യാവശ്യം ശമ്പളവും ഇല്ലേ നിനക്ക്? അതൊക്കെ ഉണ്ടുപ്പ. പക്ഷേ ഇതിങ്ങനെ എടുത്തു കയറ്റണം, നല്ല പാടാ. അത് ശരിയാടാ. നീ അകത്തേക്ക് വാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഉപ്പ ഇക്കയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇല്ലുപ്പ, ഞാൻ പോട്ടെ. ഇനിയും കുറേ വീട്ടിൽ പോകാനുണ്ട്. പിന്നീട് ഒരിക്കൽ വരാം. അല്ല ബസ്സേ,
ഈ ലോഡ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കാലിയാവില്ലേ? ആ, വൈകുന്നേരം ആകുമ്പോഴേക്കും പണിയെല്ലാം കഴിയും. പിന്നെ കാലിക്കുറ്റിയെല്ലാം ഗോഡൗണിലേക്ക് കൊണ്ടുപോയി ഇറക്കി വണ്ടി കാലിയാക്കും. എന്താ ഉപ്പ ചോദിച്ചത്? അല്ല ബസ്സേ, നമ്മുടെ വലിയ പറമ്പിലുള്ള വീട് ഒന്ന് കാലിയാക്കി അവിടെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് ഞാൻ വാടകയ്ക്ക് കൊടുത്താലോ എന്ന് വിചാരിക്കാം. ആ, അത് നല്ല കാര്യമാണ്. എത്രയാന്ന് വെച്ചിട്ടാ ഇങ്ങനെ പൂട്ടിയിടുന്നത്? ആ, അപ്പോൾ നീ ഒരു ദിവസം ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് വരണം. നമുക്ക് അതൊക്കെയൊന്ന് പോയി എടുത്തു വരണം. അധിക സാധനങ്ങളൊന്നുമില്ല. കുറച്ച് കസേരയും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളേ ഉള്ളൂ. അതിപ്പോൾ ഉപ്പ, ഞാൻ വരണമെങ്കിൽ വൈകുന്നേരം ഒരു 5 മണിയാകും. അപ്പോൾ വന്നാൽ മതിയോ? ആടാ, അത് മതി. പിന്നെ ധൃതി പിടിച്ച് വരണ്ട. 2 ദിവസമായാലും കുഴപ്പമില്ല. അങ്ങനെ ഉപ്പ പറഞ്ഞതുമനുസരിച്ച് അബ്ബാസിക്ക പോയി. ഉപ്പയും ഉമ്മയും വീട്ടിലേക്ക് കയറിയിരുന്നു. കൂട്ടത്തിൽ ഉപ്പയുടെ കൂട്ടുകാരൻ ആലിക്കുട്ടിയും. ഇയാൾ പണ്ടേ ഒരു വായി നോക്കിയ എന്നെ കാണഞ്ഞിട്ടാണ് അയാളിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുള്ളതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഉപ്പാക്കും ഉമ്മക്കും ആളൊരു പുണ്യാളനാ. ഡോ, തൻ്റെ മരുമോള് ആകെ തടിച്ചല്ലോ. അയാൾ എന്നെ നോക്കി ഉമ്മയോട് പറഞ്ഞു. ആര് പറഞ്ഞു? അവള് ക്ഷീണിച്ചിരിക്കുക. ഉമ്മ അയാൾക്കുള്ള മറുപടി കൊടുത്തു. ക്ഷീണിക്കാനോ? അതിന് അവനെവിടെ ഇല്ലല്ലോ. അവനുണ്ടാവുമ്പോഴല്ലേ ക്ഷീണമൊക്കെ ഉണ്ടാകൂ. അയാൾ എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഉമ്മയോട് പറഞ്ഞു. എനിക്കത് തീരെ ഇഷ്ടമായില്ല. ഞാൻ മുഖം തിരിച്ച് കിച്ചണിലേക്ക് പോയി. അയാളുടെ ഊള കോമഡിയും കേട്ട് ഉമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഉപ്പ ആ സമയം ബാത്റൂമിലേക്ക് എങ്ങോട്ടോ പോയി. ഉമ്മയുടെ കൂടെ ഉപ്പയില്ലാത്ത സമയമെല്ലാം അയാൾ ഉമ്മയോട് ഇതുപോലുള്ള പല കോമഡികളും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഉമ്മയൊരു മണ്ടി ആയതുകൊണ്ട് തന്നെ അതെല്ലാം കേട്ട് ചിരിക്കും. ആ കോമഡിയിലുള്ള അർത്ഥങ്ങൾ വേർതിരിക്കാൻ ഉമ്മക്കറിയില്ല. അങ്ങനെ ആ ദിവസം കടന്നുപോയി. അടുത്ത ദിവസം ഉച്ചയുറക്കത്തിൽ മയങ്ങി ഞാൻ പെട്ടെന്ന് ഒരു ബെല്ലടി കേട്ട് ഉണർന്നു. നെട്ടി ഉണർന്ന് ഞാൻ നോക്കുമ്പോൾ വീണ്ടും ആ കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് തുടർന്നു. ഉപ്പയും ഉമ്മയും ഉച്ചയുറക്കത്തിലായതുകൊണ്ട് ഞാൻ തന്നെ പോയി കതക് തുറന്നു നോക്കി. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച 2 പേരും, കൂടെ നമ്മുടെ ഓട്ടോ ഡ്രൈവർ ഷംസുവും. ഉപ്പ എവിടെ മോളെ? കൂട്ടത്തിൽ ഒരാൾ എന്നോട് ചോദിച്ചു. ഇവിടെയുണ്ട്, ഉറങ്ങുക. ഉപ്പ വരാൻ പറഞ്ഞിരുന്നു. മോൾ ഉപ്പയൊന്ന് വിളിക്കാമോ? ആ, നിങ്ങൾ കയറി ഇരിക്ക്, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഞാൻ അതും പറഞ്ഞ് ഉപ്പയുടെ റൂമിലേക്ക് നടന്നു. നല്ല ഉറക്കത്തിൽ കിടന്നുറങ്ങുന്ന ഉപ്പയും ഉമ്മയും കണ്ടപ്പോൾ ആദ്യം എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. വിളിച്ചല്ലേ പറ്റൂ. ഞാൻ പതിയെ ഉപ്പയെ വിളിച്ചു. എൻ്റെ വിളി കേട്ട ഉപ്പ ഉടൻ തന്നെ എഴുന്നേറ്റ് കാര്യം തിരക്കി അവരുടെ അടുത്തേക്ക് നടന്നു. ആരടി വന്നിരിക്കുന്നേ? ഉമ്മ അവിടെ തന്നെ കിടന്നുകൊണ്ട് എന്നോട് ചോദിച്ചു. ആരാണെന്ന് എനിക്കറിയില്ല. ഉപ്പ വരാൻ പറഞ്ഞിട്ട് വന്നതാണെന്നാ പറഞ്ഞേ. ആ, നീ പോയി അവർക്ക് വല്ല വെള്ളവും കലക്കി കൊടുക്ക്. ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് ഉറങ്ങട്ടെ, നല്ല ക്ഷീണം. ഉമ്മ അതും പറഞ്ഞ് തിരിഞ്ഞു കിടന്നുറങ്ങി. കിച്ചണിൽ പോയി സർബത്തുണ്ടാക്കി ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്തോ സ്ഥലക്കച്ചവടത്തിന് പറ്റിയായിരുന്നു അവരുടെ ചർച്ച. ഞാനത് കേൾക്കാൻ നിൽക്കാതെ കിച്ചണിലേക്ക് വന്ന് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. മൂത്തവൻ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണം, ഇല്ലെങ്കിൽ അവൻ ഇവിടെ കിടന്ന് പൊളിക്കും. വീട്ടിലുണ്ടായിരുന്ന 3-4 നേന്ത്രപ്പഴമെടുത്ത് ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. 2 വട്ടം ഷംസുനെ ഞാൻ കണ്ടിട്ടും ഞാൻ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. അവൻ ഞാൻ നോക്കുന്നത് നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ സ്കൂളിൻ്റെ ബസ്സിൻ്റെ സൗണ്ട് ഞാൻ കേട്ടു. ഇന്നെന്താ സ്കൂൾ നേരത്തെ വിട്ടോ? ഞാൻ നേരെ പൂമുഖത്തേക്ക് ചെന്നു. എന്താടാ, ഇന്ന് നേരത്തെ സ്കൂൾ വിട്ടോ? ബസ് ഇറങ്ങി വരുന്ന കുട്ടികളെ കണ്ട് ഉപ്പ ചോദിച്ചു. ആ ഉപ്പുപ്പ, സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടു. മൂത്ത മോൻ അതും പറഞ്ഞ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്താടാ പതിവില്ലാത്തൊരു സ്നേഹം? നിനക്കുള്ളതൊക്കെ എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാ അടുക്കളയിലേക്ക്. അതല്ല ഉമ്മച്ചി, നാളെ എൻ്റെ ക്ലാസ് ടീച്ചറുടെ ബർത്ത്ഡേയാ. എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം, പ്ലീസ് ഉമ്മച്ചി. ഓ അതാണോ? അത് നമുക്ക് കൊടുക്കാം. നീ വാ, ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ട ഉമ്മച്ചി, ആദ്യം നമുക്ക് പോയി ഗിഫ്റ്റ് വാങ്ങിയിട്ട് വരാം.
വാ. അതും പറഞ്ഞ് അവരെൻ്റെ കൈ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഞാൻ എങ്ങനെ വരാനാ? നീ ഉപ്പുപ്പയുടെ കൂടെ പോയിട്ട് വാ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഉപ്പുപ്പ വേണ്ട ഉമ്മച്ചി, ഉമ്മച്ചി വന്നാൽ മതി, പ്ലീസ് ഉമ്മച്ചി വാ. വാ എന്നാ ഞാൻ ഉപ്പുപ്പയോട് പറഞ്ഞു നോക്കട്ടെ. ഞാൻ അവനെയും വിളിച്ച് ഉപ്പയുടെ അടുത്തേക്ക് ചെന്ന് കാര്യം പറഞ്ഞു. എനിക്കിപ്പോൾ തീരെ വയ്യടാ, നീ ഇവനെയും കൂട്ടി നമ്മുടെ ഷംസുവിൻ്റെ വണ്ടി പോയിട്ട് വാ. ഉപ്പ ഷംസുവിൻ്റെ ഓട്ടോയിൽ പോകാൻ പറഞ്ഞു. എനിക്കത് തീരെ ഇഷ്ടമായില്ല. പക്ഷേ ഷംസുവിന് അതൊരുപാട് ഇഷ്ടമായെന്ന് അവൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. വാ ഉമ്മച്ചി, നമുക്ക് പോകാം. ഉമ്മച്ചി വേഗം പോയി മാറിയിട്ട് വാ. മകൻ ആദിലത് പറഞ്ഞതും ഞാൻ മാറിയിട്ട് വരുന്നത് നോക്കിയിരുന്നു. രണ്ടാമത്തവൻ ആഷിഫ് ഒരു TV ഭ്രാന്തനായതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ടു വന്നതും നേരെ TV-യുടെ മുന്നിൽ ഇരിപ്പുറപ്പിച്ചു. അങ്ങനെ അധികം വൈകാതെ ഞാനൊരു പർദ്ദയും എടുത്തുകൊണ്ട് പോകാനായി ഒരുങ്ങി വന്നു. ഡി, വേഗം വന്നേക്കണം, ഇവർക്ക് പോകാനുള്ളതാ, ഉപ്പ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞാനും മകനും ആ ഷംസുവിൻ്റെ ഓട്ടോയിൽ കയറിയിരുന്ന് കടയിലേക്ക് പുറപ്പെട്ടു. ഫ്രണ്ടിലെ നീളമുള്ള കണ്ണാടിയിലൂടെ ഷംസു എന്നെ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്താ ഷംസു, നീ എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ ചോദിച്ചു. ഏയ് അതല്ല, കണ്ണാടിയിലൂടെ നിന്നെ കാണാൻ നല്ല ഭംഗി, അതുകൊണ്ട് നോക്കിപ്പോയതാ. മതി നിന്റെ ഭംഗി നോട്ടം, എൻ്റെ മകനിവിടെ ഇരിക്കുന്നുണ്ട്, അത് നീ മറക്കണ്ട. അതിനെന്താ, അവനവിടെ ഇരുന്നോട്ടെ എന്നേ. അല്ല, അഷ്റഫ് വിളിച്ചിരുന്നോ? ഇല്ല. ഞാൻ ഇന്നലെ വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല. അവനിപ്പോൾ നമ്മളെ ഒന്നും വേണ്ട, ഇപ്പോൾ കുറച്ച് പണക്കാരെ കിട്ടിയിട്ടുണ്ട്, അവരുടെ പിന്നാലെയാ. ഷംസ് പറഞ്ഞത് കേട്ട് ഞാൻ ഒന്നും മിണ്ടാതെ മകനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ടൗണിലെ ഒരു ഗിഫ്റ്റ് കടയിൽ കയറി ഞാനും അവനും ടീച്ചർക്കുള്ള ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ തുടങ്ങി. അധികം തിരക്കില്ലാത്ത ഒരു കട. ഞാനും മകനും വേറെ 2 ചേട്ടനും മാത്രമേ ആ കടയിലുള്ളൂ. പുറത്തുനിന്ന് ഷംസും എന്നെ നോക്കി വെള്ളമിറക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഡാ, നീ ഇങ്ങോട്ടാണോ വന്നത്? പെട്ടെന്ന് എൻ്റെ പിറകിൽ നിന്നും ആ സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അതിൻ്റെ കൂട്ടുകാരനായിരുന്നു. അവനും ടീച്ചർ കൊടുക്കാനുള്ള ഗിഫ്റ്റ് വാങ്ങാനായി വന്നതാണ് അങ്ങോട്ട്. അവനെ കിട്ടിയപ്പോൾ പിന്നെ അതിലിന് എന്നെ വേണ്ട, അവർ രണ്ടുപേരും ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ തുടങ്ങി. അവർക്കാണെങ്കിൽ ഒരുത്തിന് പറ്റുന്നത് മറ്റവന് പറ്റുന്നില്ല, അവന് പറ്റുന്നത് ഇവനും പറ്റുന്നില്ല. ഇതെല്ലാം കണ്ട് വട്ടുപിടിച്ച് ഞാൻ അവിടെയുള്ള ഒരു കുഞ്ഞു സോഫയിൽ പോയിരുന്നു. ഞാൻ ഇരുന്നത് കണ്ട് ഷംസ് ഓടി വന്ന് എൻ്റെ അടുത്തിരുന്നു. ഞാനാണെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പോയില്ല. നിനക്കെന്താ ഖദീജ എന്നോടൊരു ദേഷ്യം? നിനക്ക് ഒന്ന് ചിരിച്ചൂടെ? എനിക്കാരോടും ഒരു ദേഷ്യമില്ല. നിങ്ങളെന്തിനാ ആ പാവത്തിനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്? അബ്ബാസിക്ക നിങ്ങളോട് എന്ത് ദ്രോഹ ചെയ്തത്? ഞാൻ ചോദിച്ചു. ഓ, അതാണല്ലേ അപ്പോൾ കാര്യം. ഞാൻ കരുതി എൻ്റെ വീഡിയോ കണ്ടിട്ടാവുമെന്ന്. ആളൊരു തരികിടയാ. ഓ, അപ്പോൾ താനോ? തൻ്റെ അഴിഞ്ഞാട്ടമൊക്കെ ഞാൻ ഇന്നലെ കണ്ടു. നാണമുണ്ടോ തനിക്ക്? തനിക്ക് ഒരു ഭാര്യയും കുട്ടിയും ഉള്ളതല്ലേ? ഓ പിന്നെ, എനിക്ക് മാത്രമാണോ ഭാര്യയും കുട്ടികളുള്ളത്? എല്ലാം ഭാര്യയും കുട്ടികളും ഉള്ളവന്മാരൊക്കെ തന്നെയാ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുന്നത്. അയാളും അങ്ങനെ എടുത്തും തന്നെയാ, ഷംസ് പറഞ്ഞു. ആരെങ്കിലും എങ്ങനെയെങ്കിലും ആകട്ടെ, നിന്നെപ്പോലുള്ള ഉളവളോടൊന്നും സംസാരിക്കാൻ എന്നെ കിട്ടില്ല. ഓ, അപ്പോൾ ഞാൻ നിനക്ക് ഓളയാണല്ലേ? അപ്പോൾ നിന്റെ ഭർത്താവ് ആരാ? അതൊന്ന് പറഞ്ഞു കാട്ടിക്കേ. ഷംസു, നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിൽ വെറുതെ നീ അഷ്റഫിക്ക് വലിച്ചിറക്കണ്ട. അതും പറഞ്ഞ് ഞാൻ ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് കുറച്ചങ്ങോട്ട് മാറി നിന്നു. എന്തായാലും കാര്യങ്ങൾ ഇവിടെ വരെ എത്തി, എന്നാൽ പിന്നെ നീ ബാക്കിയും കൂടി അറിഞ്ഞിട്ട് പോയാൽ മതി, ഷംസ് പറഞ്ഞു. എന്ത് ബാക്കി? ഇന്നലെ മോള് ഒരു വീഡിയോ കണ്ടില്ലേ? ആ ചോദ്യം കേട്ടതും ഞാനൊന്ന് പേടിച്ചു. ആ, കണ്ടു. ഇനിയും കുറേ ഉണ്ടെന്ന് അബ്ബാസിക്ക പറഞ്ഞിരുന്നു. അതയാൾ പറഞ്ഞത് വളരെ ശരിയാ. ഇനിയും കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷേ അത് അയാളുടെ കയ്യിലില്ല, എൻ്റെ കയ്യിലാ. കാണണോ നിനക്ക്? നീ എങ്ങോട്ട് കണ്ടാൽ മതി, നിൻ്റെ ഊള വീഡിയോ. ഡാ അതിലെ കിട്ടിയോ എന്തെങ്കിലും? ഒന്നെടുത്തിട്ട് വാടാ, നമുക്ക് പോകാം. ഉമ്മച്ചി, എനിക്ക് കിട്ടി. ഇവനും ഒന്ന് എടുത്തു കൊടുക്കട്ടെ, ഒരു 5 മിനിറ്റ്. എൻ്റെ ഖദീജ, നീ ചൂടാവല്ലേ. ഞാൻ എന്തായാലും നിൻ്റെ മുന്നിൽ നാറി. ഇനി അവനായിട്ട് അങ്ങ് വിലസണ്ട. ഇന്നലെ നീ കണ്ട വീഡിയോസിൻ്റെ ബാക്കി നിനക്ക് കാണണ്ടേ?
ദാ നോക്ക്. പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഷംസു എൻ്റെ നേരെ നീട്ടി. എനിക്കൊന്നും കാണണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഞാൻ ഇതെല്ലാം ഉപ്പയോട് പറഞ്ഞു കൊടുക്കും. ഹാ, നീ കിടന്ന് തിളക്കല്ലേ. നീ ഇന്നലെ ആരുടെ കാലം നോക്കുന്നുണ്ടായിരുന്നില്ലേ? അവൻ്റെ ബാക്കി ഭാഗം ഇതിലുണ്ട്. എന്നാ നോക്ക്, നിനക്ക് ചിലപ്പോൾ അവനെ അറിയാൻ പറ്റും. അതും പറഞ്ഞ് വീഡിയോ ഓൺ ചെയ്ത് ഷംസു എൻ്റെ മുന്നിലേക്ക് നീട്ടിവെച്ചു. ചെറിയൊരു ഭയത്തോടെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങി ആ വീഡിയോ കാണാൻ തുടങ്ങി. ഇന്നലെ എനിക്ക് അബ്ബാസിക്ക് കാണിച്ചു തന്ന അതേ വീഡിയോ. അതെല്ലാം നീ ഇന്നലെ കണ്ടതാ. കുറച്ച് മുന്നോട്ട് നീക്കി നോക്ക്, നീ തിരഞ്ഞ ആളെ നിനക്ക് കാണാം. ഷംസ് പറഞ്ഞത് കേട്ട് ഞാൻ ആ വീഡിയോ കുറച്ച് മുന്നിലേക്ക് നീക്കി നോക്കി. ഡാ, ഇന്ന് രാത്രിയും ഇവർ തന്നെ മതി, നല്ല മുറ്റു സാധനങ്ങളാ. ആ ഡയലോഗും അത് പറഞ്ഞ ആളെയും കണ്ട് ഞാൻ ശരിക്കും തരിച്ചുപോയി. വായിലെ വെള്ളം വറ്റി. ഒരു തുള്ളി വെള്ളം പോലും വായിലില്ലാതെ ഞാൻ ആ കാഴ്ച കണ്ട് തകർന്നു പോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കണ്ടില്ലേ നിന്റെ ഭർത്താവിൻ്റെ തനി ഗുണം? എന്തായിരുന്നു കുറച്ചു മുമ്പ് പറഞ്ഞു വിട്ടതെല്ലാം? ഇനിയുമുണ്ട് പല വെറൈറ്റീസ്, കാണണം നിനക്ക്? ഷംസു എന്നോട് ചോദിച്ചു. ഞാൻ ദേഷ്യത്തോടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ വലിച്ചെറിഞ്ഞ് കടയുടെ പുറത്തേക്കിറങ്ങി ഞാൻ നടന്നു. മകൻ ഈ കാര്യമൊന്നും അറിയാതെ കടയുടെ ഉള്ളിൽ ഗിഫ്റ്റ് നോക്കുന്ന തിരക്കിലായിരുന്നു. ദേഷ്യത്തിൽ പുറത്തിറങ്ങി ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നേരെ മുന്നിൽ കണ്ട റോഡിലൂടെ നടന്നു. മനസ്സ് മുഴുവൻ ഇക്കയോടുള്ള ദേഷ്യവും വെറുപ്പുമായി ഞാൻ നേരെ ചെന്നെത്തിയത് ഗ്യാസ് കുറ്റികളോടെ നിൽക്കുന്ന അബ്ബാസിക്കയുടെ വണ്ടിയുടെ അടുത്തായിരുന്നു. അബ്ബാസിക്കയുടെ വണ്ടിയാണെന്ന് മനസ്സിലാക്കി ഞാൻ അവിടെയെല്ലാം ഇക്കയെ നോക്കി. അപ്പുറത്തെ ടീ ഷോപ്പിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇക്ക എന്നെ കണ്ട ഉടനെ എൻ്റെ അടുത്തേക്ക് വന്നു. എന്താ മോളെ നീ ഇവിടെ നിൽക്കുന്നത്? ഇക്കയുടെ ചോദ്യം കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്താ മോളെ, എന്താ പ്രശ്നം? നീ എന്തിനാ കരയുന്നേ? എൻ്റെ കരച്ചിൽ കണ്ട് ഇക്ക എൻ്റെ തോളിൽ കൈവച്ച് ചോദിച്ചു. അപ്പോഴും എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു. മോളെ, ആൾക്കാർ നോക്കുന്നു, ഇവിടെ നിന്നും ഇങ്ങനെ കരയല്ലേ. എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് പരിഹരിക്കാം. നീ വാ, വന്ന് വണ്ടിയിൽ കയറി. അതാവുമ്പോൾ ഈ കരച്ചിലൊന്നും ആരും കാണില്ല. ഇക്ക അതും പറഞ്ഞ് വണ്ടിയുടെ ഡോറ് തുറന്നു തന്നു. നാട്ടുകാർ അറിയുമെന്ന പേടി തോന്നി ഞാൻ ഇക്കയുടെ വണ്ടിയിൽ കയറിയിരുന്നു. എന്താ മോളെ, എന്താ പ്രശ്നം? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്ന് ഇക്ക എന്നോട് ചോദിച്ചു. ഇക്ക, എൻ്റെ മോനുണ്ട് ആ ഗിഫ്റ്റ് കടയിൽ. ഇക്ക പോയി അവനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരുമോ? ഞാൻ കരഞ്ഞുകൊണ്ട് ഇക്കയോട് ചോദിച്ചു. ഏത് കടയിൽ? അവൻ എങ്ങനെ അവിടെ എത്തി? നടന്നതെല്ലാം ഞാൻ ഇക്കയോട് തുറന്നു പറഞ്ഞു. ഇക്ക നേരെ എന്നെയും കൂട്ടി ആ ഗിഫ്റ്റ് കടയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ മകൻ അവിടെ ഗിഫ്റ്റ് ബോക്സിലാക്കി അത് പൊതിയുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ പോയതൊന്നും അവൻ അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഷംസുവിനെ അവിടെയെല്ലാം നോക്കിയിട്ടും അവിടെയൊന്നും അവനെ കണ്ടില്ല. അവൻ മുങ്ങിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഭർത്താവിൻ്റെ മറ്റൊരു മുഖം കണ്ട സങ്കടമടക്കാനാവാതെ ഞാൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരുന്നു. നീ ഇങ്ങ് വന്നേ, ചുമ്മാ നാട്ടുകാരെ അറിയിക്കാൻ. നിന്റെ മോൻ കണ്ട എന്തു പറയും നീ അവനോട്? നിന്റെ ഉപ്പ ഒരു പെണ്ണുപിടിയനാണെന്ന് പറയുമോ? കരച്ചിലടക്കാനാവാതെ ഞാൻ ഇക്കയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്തായാലും നടക്കാനുള്ളതെല്ലാം നടന്നു. നമ്മളായിട്ട് ഇനി ഇത് നാട്ടുകാരെ അറിയിക്കണ്ട. അവനുള്ളൊരു പണി നമുക്ക് തിരിച്ചു കൊടുക്കാം. നീ വെറുതെ ബേജാറാവണ്ട. ഇക്ക, നിങ്ങൾ എന്താ ഈ പറയുന്നേ? പണി കൊടുക്കാൻ ആളെൻ്റെ 2 കുട്ടികളുടെ തന്തയാ, അല്ലാതെ പുറത്തുള്ള ആരുമല്ല. മോളെ, ഞാൻ അതുദ്ദേശിച്ച് പറഞ്ഞതല്ല. അഷ്റഫിൻ്റെ പല കള്ളക്കളികളും എനിക്കറിയാം. നിനക്ക് ഷംസ് കാണിച്ചെന്നു പറഞ്ഞ ആ വീഡിയോ ഇല്ലേ, അത് ഞാൻ കണ്ടതാ. ഞാൻ ഇന്നലെ നിനക്ക് ആ വീഡിയോ കാണിച്ചു തരുമ്പോൾ അഷ്റഫിൻ്റെ മുഖമെങ്ങാനും ആ വീഡിയോയിലുണ്ടോ എന്ന് ഞാൻ അപ്പോൾ പേടിച്ചു പോയിരുന്നു. ഭാഗ്യത്തിന് ആ വീഡിയോയിൽ അവൻ്റെ മുഖം ഉണ്ടായില്ല. പക്ഷേ ഏത് കള്ളവും ഒരു നാൾ പുറത്തു വരും. അത് ഇന്ന് സംഭവിച്ചു. മോള് വിഷമിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. മതി ശരിയാക്കിയത്. പലരും പലതും പറഞ്ഞപ്പോൾ ഞാനതൊന്നും കാര്യമാക്കിയില്ല. ഇപ്പോൾ ഞാനെല്ലാം നേരിൽ കണ്ടു. മതി, ഇനി അയാളുടെ കൂടെയുള്ള ജീവിതം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ. ഞാൻ പറഞ്ഞു. മോളെ, നീ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നിൻ്റെ കുട്ടികൾ വഴിയാധാരമാകും.
അഷ്റഫിനെ നന്നാക്കാൻ നോക്കണ്ട, അവൻ നന്നാവില്ല. കുഞ്ഞിലെ തൊട്ട് പണത്തിൻ്റെ പവർ കിട്ടി വളർന്നവനാ. എന്ന് വെച്ച് ഞാനിനി ആ വൃത്തികെട്ടവൻ്റെ കൂടെ ജീവിക്കണോ? എനിക്ക് അതിന് പറ്റില്ല. എന്ത് പറ്റില്ലെന്ന്? പറ്റണം. അവൻ ഇത്രയും കാലം നിന്നെയും പറ്റിച്ച് ജീവിച്ചില്ലേ, ഇനി നീ അങ്ങോട്ടും പറ്റിച്ച് ജീവിക്കണം. അല്ലാതെ പേടിച്ചോടുകയല്ല വേണ്ടത്. ഇക്ക എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ചു പറ. മോളെ, ഞാനിപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? ആ, അറിയാം. ആ, അതുപോലെയൊക്കെ അങ്ങ് ജീവിക്കണം. നമ്മളെ പറ്റിക്കുന്നവരെ നമ്മളും പറ്റിക്കാം, അത്ര തന്നെ. അതെങ്ങനെ? ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എടി മോളെ, നീ ഇത്രയും കാലത്തിനിടക്ക് ഒരു പേര് ദോഷമെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നിനക്കും ഇല്ലേ ആഗ്രഹങ്ങളൊക്കെ? അഷ്റഫ് വർഷത്തിൽ എത്ര മാസത്തിനാണ് വരാറ്? അത് 1 മാസത്തിന്, ചിലപ്പോൾ 1 മാസം പോലും നിൽക്കില്ല, അപ്പോഴേക്കും ഓടും. ആ, അപ്പോൾ നിനക്ക് വേണ്ടതൊക്കെ അവൻ്റെ അടുത്ത് നിന്നും കിട്ടാറുണ്ടോ? ആ, അതൊക്കെ അവിടെ പോയാലും അഴിച്ചു തരാറുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. ഓഫ് എടി പോത്തേ, ഞാൻ അതല്ല ചോദിച്ചത്, ഞാൻ മറ്റേതാ ചോദിച്ചത്. ഇക്ക പെട്ടെന്നത് ചോദിച്ചപ്പോൾ എനിക്കെന്തോ ഒരു നാണം പോലെ തോന്നി. ഞാനൊന്ന് തല താഴ്ത്തി പറഞ്ഞു, ഇല്ല. നീ ഒന്ന് തെളിച്ചു പറ, കിട്ടാറുണ്ടോ ഇല്ലയോ? ഇല്ലിക്ക, ഞാനും പല സമയത്തും അതൊക്കെ ആഗ്രഹിക്കാറുണ്ട്. ആരോട് പറയാൻ? അയാൾക്ക് വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ. ഞാൻ കരുതിയിരുന്നത് തിരക്കായതുകൊണ്ടാണ് അതിനൊന്നും നിൽക്കാത്തതെന്നായിരുന്നു. ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി. നീ കണ്ണു തുടയ്ക്ക്, മോൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഇല്ലിക്ക, എനിക്കിനി അയാളെ വേണ്ട. ഞാൻ എൻ്റെ വീട്ടിൽ പോയി സമാധാനത്തോടെ ജീവിച്ചോളാം. എനിക്ക് പകരം വീട്ടാനൊന്നും അറിയില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നീ എന്താന്ന് വെച്ചാൽ ചെയ്. വാ, ഞാനൊരു ഓട്ടോ വിളിച്ചു തരാം. നീ അവനെയും കൂട്ടി വീട്ടിലേക്ക് പോ. പിന്നെ ഞാൻ പറയുന്നത്, അല്ല, നിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടോ? ഇക്ക ചോദിച്ചു. അറിയില്ല, നോക്കട്ടെ. ഞാൻ എൻ്റെ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ബാഗിൽ കിടന്ന് ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഉപ്പയായിരുന്നു അത്. ഞാൻ ആ ഫോണിലേക്ക് നോക്കി കരയാൻ തുടങ്ങി. മോളെ, നീ എന്തായി കാണിക്കുന്നേ? കരയല്ലേ, ആ കോൾ എടുക്ക്. എനിക്ക് വയ്യേക്ക, ഞാനിതെങ്ങനെ ഉപ്പയോട് പറയും? ഞാൻ കരഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ഉപ്പയുടെ കോള് വീണ്ടും വരാൻ തുടങ്ങി. മോളെ, നീ കോൾ എടുക്ക്. അങ്ങേര് ഒരു നല്ല മനുഷ്യനാ. അങ്ങേരോടൊന്നും ഇതൊന്നും പറയണ്ട. നീ ഞാൻ പറഞ്ഞ പോലെ ഒന്നും അറിയാത്ത പോലെ ജീവിക്കാൻ നോക്ക്. അതാ നിനക്കും കുട്ടികൾക്കും നല്ലത്. നീ കോൾ എടുക്ക്. ഇക്ക പറഞ്ഞതനുസരിച്ച് ഞാൻ കണ്ണു തുടച്ചു ഉപ്പയുടെ കോൾ എടുത്തു. എവിടെയാ മോളെ നിങ്ങൾ? ഷംസുനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. അതുപ്പ, അയാൾ പോയി. അയാളെ ഇവിടെ കാണുന്നില്ല. അവൻ പോയെന്നോ? നിങ്ങൾ അവിടെ ഇട്ടിട്ട് അവൻ എവിടെ പോയി? ഉപ്പ ചോദിച്ചു. അറിയില്ല ഉപ്പ, ചിലപ്പോൾ വേറെ വല്ല അർജൻറ്റും ഉണ്ടാകും. സാരമില്ല, ഞങ്ങൾ വേറെ ഓട്ടോ വിളിച്ച് വന്നോളാം. ആ ശരി, വേഗം പോരും മോളെ. ഉപ്പ അതും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ആ, ഇതുപോലെ ജീവിക്കാൻ പഠിക്കണം. അല്ലാതെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് പേടിച്ചോടുകയല്ല വേണ്ടത്. അവനേതായാലും അധികം നിന്നെ വിളിക്കാറില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതിനൊക്കെ അവന് വേറെ ആളുണ്ടാകും. നീ അവൻ വിളിക്കുമ്പോഴൊക്കെ പഴയ പോലെ സംസാരിക്ക്, എന്തെങ്കിലും പറഞ്ഞൊക്കെ ജീവിക്ക്. എന്നിട്ട് കിട്ടാനുള്ളതെല്ലാം കൈക്കലാക്കാൻ നോക്ക്. മോൻ വരുന്നുണ്ട്, ഒന്ന് സ്മാർട്ടായി നിൽക്ക്, ഇക്ക പറഞ്ഞു. ഇക്ക പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ രണ്ടും കൽപ്പിച്ച് ഇനി അങ്ങോട്ട് അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചു. ഗിഫ്റ്റ് വാങ്ങി പൈസയും കൊടുത്ത് ഞങ്ങളൊരു ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോന്നു. ഉള്ളിലുള്ള സങ്കടം അടക്കാനാവാതെ പല സമയത്തും പല മുക്കിലും മൂലയിലും പോയി ഞാൻ ആരും കാണാതെ കരഞ്ഞു തീർത്തു. അന്ന് രാത്രി ഭർത്താവ് വിളിച്ചപ്പോൾ ഞാൻ എല്ലാം മനസ്സിലൊതുക്കി സംസാരിച്ചു. എന്താടി, നിനക്ക് വയ്യേ? ആ, ചെറിയൊരു തലവേദനയുണ്ടിക്ക, ഞാൻ പറഞ്ഞു. ഓ, തലവേദനയുണ്ടോ? എന്നാ കിടന്നോ, ഞാൻ നാളെ വിളിക്കാം. അയാൾ നൈസായിട്ട് അതും പറഞ്ഞ് മുങ്ങി. അങ്ങനെ അന്നത്തെ രാത്രി എനിക്കൊരു കാളരാത്രിയായിരുന്നു. വാശിയും പകയും എൻ്റെ മനസ്സിൽ വളർന്നു. പക്ഷേ അത് താങ്ങാനുള്ള ശക്തി എൻ്റെ മനസ്സിനില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിങ്ങി പൊട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അബ്ബാസിക്കയുടെ വാക്കുകൾ ഞാൻ ഓർക്കാൻ തുടങ്ങിയത്.
ശരിയാ, ഞാൻ എന്തിനാ എല്ലാം ഇങ്ങനെ മൂടിപ്പൊതിച്ച് നടക്കുന്നത്? പഴുപ്പിക്കാനോ? എങ്ങനെ വെച്ചാൽ ആർക്കും വേണ്ടാതെ പഴുത്ത് ചീഞ്ഞു പോകും. എനിക്കും ഒന്ന് ആസ്വദിക്കണം. ഞാൻ തീരുമാനിച്ചു. ഇത്രയും കാലത്തിനടക്ക് എൻ്റെ മനസ്സിൽ കയറിയ ഒരേ ഒരാൾ, അത് അബ്ബാസിക്കയാണ്. ഇക്കാക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുമാണ്. ഞാൻ എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു, ഇനി അങ്ങോട്ട് തോന്നിയ പോലെ ജീവിക്കാൻ. അങ്ങനെ ആ നശിച്ച ദിവസം കടന്നുപോയി. അടുത്ത ദിവസം ഒന്നും ആരെയും അറിയിക്കാതെ ഞാനെല്ലാം ഉള്ളിലൊതുക്കി എൻ്റെ സ്ഥിരം ജോലികൾ തുടർന്നു. എൻ്റെ മുഖത്തെ ചെറിയ സങ്കടം കണ്ട ഉമ്മ ഒന്ന് രണ്ട് പ്രാവശ്യം എന്നോട് ചോദിച്ചു. ഞാനത് തലവേദനയാണെന്നും പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. 2 ദിവസം ആയപ്പോഴേക്കും എൻ്റെ ആ കരച്ചിലും സങ്കടങ്ങളും പാടെ മാറി. ഞാൻ പതുക്കെ പുതിയൊരു പെണ്ണായി മാറി. അബ്ബാസിക്കയുടെ പോലെ ഒരു ജീവിതം അതായിരുന്നു പിന്നീടുള്ള എൻ്റെ ലക്ഷ്യം. ഫസ്റ്റ് കണ്ടപ്പോഴേ അയാളെ ഞാനൊന്ന് ആഗ്രഹിച്ചിരുന്നു. സ്വന്തം കിട്ടിയവനെ ഓർത്ത് ഞാനത് എൻ്റെ മനസ്സിൽ പോലും കയറ്റിയില്ല. ഇനി വേണ്ട, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അന്ന് വൈകുന്നേരം ഞാൻ മുറ്റത്തുള്ള മാവിൽ നിന്നും മാങ്ങ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അബ്ബാസിക്കയുടെ വണ്ടി വന്ന് ഹോണടിക്കാൻ തുടങ്ങി. ഞാൻ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. എന്തായി മോളെ? എന്നെ കണ്ട അബ്ബാസിക്ക വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്നോട് ചോദിച്ചു. ഞാൻ അബ്ബാസിക്കയെ നോക്കി ചിരിച്ചു. കയറി വാട അബ്ബാസെ, നിന്നെയും കാത്ത ഞാനീ ഇരിക്കുന്നത്. അബ്ബാസിക്കയെ കണ്ട ഉപ്പ പുറത്തേക്ക് വന്ന് പറഞ്ഞു. കുറച്ച് വൈകി, നമുക്ക് പോയാലോ? അബ്ബാസിക്ക ഉപ്പയോട് ചോദിച്ചു. ഇല്ല അബ്ബാസെ, ഞാനില്ല, എനിക്ക് തീരെ വയ്യ, നീ കുട്ടികളുമായി പൊക്കോ, ഉപ്പ അബ്ബാസിക്കയോട് പറഞ്ഞു. മോളെ, നീ ആദിലിനെയും ആഷിഫിനെയും ഇങ്ങോട്ട് വിളിച്ച് അവരെ വിടാം ഇവൻ്റെ കൂടെ. ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, ഉപ്പ പറഞ്ഞു. ആ ഉപ്പ, ഞാൻ വിളിക്കാം. ഞാൻ അതും പറഞ്ഞ് കുട്ടികളെ വിളിക്കാൻ അകത്തേക്ക് നടന്നു. ഡാ, നിന്നെ ഉപ്പുപ്പ വിളിക്കുന്നു, ആദിലവിടെ? അവൻ ഉറങ്ങാ ഉമ്മച്ചി. TV കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തവൻ എന്നോട് പറഞ്ഞു. ഡാ, വേഗം വാ, വണ്ടി വന്നിട്ടുണ്ട്. വെള്ളിപ്പറമ്പിലെ വീട്ടിൽ പോയി സാധനങ്ങൾ കയറ്റാനുണ്ട്. ഞാനത് അവനോട് പറഞ്ഞ് ആദിലിനെ വിളിക്കാനായി റൂമിലേക്ക് നടന്നു. പെട്ടെന്നാണ് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉദിച്ചത്. കുട്ടികൾ പോയില്ലെങ്കിൽ പിന്നെ എന്തായാലും ഞാൻ പോകേണ്ടി വരും. അതാവുമ്പോൾ എനിക്ക് അബ്ബാസിക്കയുമായി കൂടുതൽ അടുക്കാം. ഞാൻ ആദിലിനെ വിളിക്കാതെ നേരെ ഉപ്പിയുടെ അടുത്തേക്ക് വന്നു. എന്താ ഉമ്മച്ചി, പോകണ്ടേ? എടാ, അവൻ എഴുന്നേക്കുന്നില്ല, നീ TV കണ്ടോ, ഞാൻ പൊക്കോളാം. ഞാനെൻ്റെ മൂത്ത മോനോട് പറഞ്ഞുകൊണ്ട് ഉപ്പയുടെ അടുത്തേക്ക് പോയി. മോളെ, അവനെവിടെ? ഇവന് നേരം വൈകും, വേഗം വരാൻ പറ അവനോട്. ഉപ്പ, അതവൻ ഉറങ്ങുകയാ, വിളിച്ചിട്ട് വരുന്നില്ല. മറ്റവൻ TV മുന്നിൽ നിന്നും എഴുന്നേക്കുന്നു പോലുമില്ല. ആണോ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ ടേബിളൊക്കെ പിടിച്ചു കൊടുക്കണ്ടേ? മോളെ, നീയൊന്ന് പോകുമോ ഇക്കയുടെ കൂടെ? ഉപ്പ എന്നോട് ചോദിച്ചു. ഞാൻ കേൾക്കാൻ കൊതിച്ച ചോദ്യം ഉപ്പയുടെ വായിൽ നിന്നും വന്നു. ആ, ഞാൻ പൊക്കോളാം, ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞു. എന്നാ മോള് പൊക്കോ, അതാ നല്ലത്. കുട്ടികൾ പോയാലും വലിയ കാര്യമില്ല. ഉപ്പ പറഞ്ഞത് കേട്ട് ഞാൻ അബ്ബാസിക്കയുടെ മുഖത്തേക്കൊന്ന് നോക്കി. മൂപ്പര് ഒരു കള്ളച്ചിരിയോടെ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. എല്ലാം എടുത്തിട്ട് വന്നാൽ മതി, നമുക്ക് പിന്നൊരു ദിവസം പോയി വൃത്തിയാക്കാം, ഉപ്പ എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ അബ്ബാസിക്കയുടെ കൂടെ വണ്ടിയിൽ കയറിയിരുന്നു. ഉപ്പാക്ക് ഒരു ചെറിയ സംശയം പോലും ഞങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഉമ്മ കിടക്കായതുകൊണ്ട് ഉമ്മയുടെ അഭിപ്രായം കേൾക്കേണ്ടി വന്നില്ല. ഞാനും അബ്ബാസിക്കയും വെള്ളിപ്പറമ്പിലെ വീട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. എന്തായി മോളെ കാര്യങ്ങളൊക്കെ? വണ്ടി ഓടിക്കുന്നതിനിടയിൽ അബ്ബാസിക്ക എന്നോട് ചോദിച്ചു. എന്താകാൻ, ഇക്ക പറഞ്ഞതുപോലെ ഞാനങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു. ഓ, അതേതെല്ലാം നന്നായി മോളെ. അവൻ്റെ മുന്നിലൊന്നും തോറ്റു കൊടുക്കരുത്. അവനറിയാതെ ജീവിച്ച് കാണിക്കണം. മോളിനി ഒരു പേടിയും പേടിക്കണ്ട, എല്ലാത്തിനും ഞാൻ ഉണ്ടാകും. അബ്ബാസിക്ക അത് പറഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് നോക്കി. ഞാനും ഒട്ടും കുറച്ചില്ല. ഞാനും അതുപോലൊരു നോട്ടം അങ്ങോട്ടും വെച്ചു കൊടുത്തു. എൻ്റെ നോട്ടം കണ്ട അബ്ബാസിക്ക ഒരു കള്ളച്ചിരിയോടെ എന്നോട് പറഞ്ഞു. എന്താ മോളെ, മുഖത്തൊരു തിളക്കം? ഞാൻ പറഞ്ഞതുപോലെ വല്ലതും ആഘോഷിക്കാൻ തുടങ്ങിയോ നീ? അതെന്താ ഇക്ക, എനിക്കും ആഘോഷിച്ച? വണ്ടി ഓടിക്കുന്ന ഇക്കയെ നോക്കി ഞാൻ പറഞ്ഞു. അല്ല മോളെ,
അങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങിയാൽ നമ്മളെ ഒന്നും മറക്കല്ലേ. ഇക്ക അതും പറഞ്ഞ് ഗിയർ മാറ്റി ചിരിച്ചുകൊണ്ട് എന്നെ വീണ്ടും ഒന്ന് നോക്കി. ഞാൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങൾ ആ വീട്ടിലെത്തി. ചുറ്റും കാട് പിടിച്ചെടുക്കുന്ന പ്രദേശം. അടുത്തെങ്ങും വേറെ വീടുകളൊന്നുമില്ല. ഉള്ളതാവട്ടെ പാതി പണിയിൽ നിന്ന് പോയ ഒരു വീട് മാത്രം. അബ്ബാസിക്ക വീടുമുറ്റത്ത് വണ്ടി നിർത്തി റിവേഴ്സ് ചെയ്തിട്ട് ഞാനും അബ്ബാസിക്കയും ഇറങ്ങി. പൂട്ടിക്കിടക്കുന്ന ആ വീട് തുറന്ന് അകത്തേക്ക് നടന്നു. പൊടിയും മാറാലും നിറഞ്ഞ് ആകെ അലമ്പായി കിടക്കുന്നു. കറണ്ടുള്ളത് കൊണ്ട് ഞാൻ വേഗം പോയി ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ അബ്ബാസിക്ക എന്നെ നോക്കി നിൽക്കുന്നു. എന്താ ഇക്ക ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ചോദിച്ചു. നിന്നെ പോലൊരു സുന്ദരി ഇട്ടിട്ടാണോ അഷ്റഫ് വേറെ സുന്ദരികളെ തേടി പോയത്? അതോർത്ത് ഒന്ന് നോക്കിപ്പോയതാ മോളെ. അബ്ബാസിക്ക എന്നെ പുകഴ്ത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഞാനും രണ്ടും കൽപ്പിച്ചായതുകൊണ്ട് ഇല്ലാത്ത നാണം വരുത്തി ഞാൻ തല താഴ്ത്തി നിന്നു. മോളെ, നമുക്ക് ഈ കഥകൊന്ന് അടച്ചാലോ? വല്ല പട്ടിയും പൂച്ചയും കയറി വരും, ഇക്ക എന്നോട് പറഞ്ഞു. അല്ലേക്ക, കഥകടച്ച എങ്ങനെയാ സാധനങ്ങളൊക്കെ പുറത്താക്കുക? ഇക്കെ കളിയാക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു. അത് ആദ്യം ഇതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കട്ടെ, കുറേ കാലായില്ലേ ആളനക്കല്ലാതെ നിൽക്കുന്നു. എന്നെ അടിമുടിയെന്ന് നോക്കിക്കൊണ്ട് ഇക്ക ഒരു കള്ളച്ചിരിയോടെയാണ് അത് പറഞ്ഞത്. നല്ല ചൂട്, ഈ ഫാൻ വർക്കിംഗ് ആണോ ആവോ? ഞാൻ പോയി ഫാനിൻ്റെ സ്വിച്ച് ഇട്ടു. ഫാൻ കറങ്ങി ഫാനിലെ പൊടിയെല്ലാം എൻ്റെ ദേഹത്തേക്ക് വീണു. ഛേ, മോൾ എന്ത് പണിയായി കാണിച്ചേ? ഡ്രസ്സ് മൊത്തം അഴുക്കായല്ലോ. ഇക്ക വന്ന് എൻ്റെ ദേഹത്ത് വീണ പൊടിയെല്ലാം തട്ടാൻ തുടങ്ങി. ആ തട്ടലിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇക്ക, ആ കഥക് പോയി അടച്ചേക്ക്, വല്ല പട്ടിയും പൂച്ചയും കയറി വരും. ഞാനൊരു നാണത്തോടെ ഇക്കയോട് പറഞ്ഞു. കാര്യം മനസ്സിലായ ഇക്ക ഓടിച്ചെന്ന് കഥക് അടച്ചിട്ട് വന്ന് ബാക്കിയുള്ള പൊടികളെല്ലാം തട്ടിത്തരാൻ തുടങ്ങി. പിന്നീടുള്ള പൊടിതട്ടൽ എൻ്റെ പകയും ദുഃഖവും മാറാനുള്ളതായി മാറി. ഞാനെല്ലാം അബ്ബാസിക്കയ്ക്ക് നൽകി പുതിയൊരു ജീവിതം ജീവിക്കാൻ തുടക്കമിട്ടു.